പാലും ഒക്കെ ഇപ്പൊ കൊണ്ടുവരാവേ. പിടി പെട്ടെന്ന് പിടിക്കും. മുട്ട കൊണ്ടുവരാവേ. വന്നായിരുന്ന വന്ന് അതെ ഒട്ടും സമയമില്ല. പിള്ളേരെ പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ട് നല്ല സുന്ദര കുട്ടികളായിട്ട് നിൽക്കണം. കുളിക്കണതിന് മുന്നേ വീടൊക്കെ ഒന്ന് അടുക്കി പെറുക്കി ഒന്ന് വൃത്തിയാക്കി വെക്കോ. അല്ല ഇന്നെന്ത് വിശേഷം? ഇന്ന് വലിയൊരു വിശേഷമുണ്ട്. നിങ്ങളുടെ അച്ഛന്റെ സ്വന്തം ആള് രാംകുമാർ സാർ ഇന്ന് ഈ വീട്ടിലേക്ക് വരണമെന്ന്. രാംകുമാർ സാറോ? എന്തിന്? കുറച്ച് നേരത്തെ അച്ഛനെ വിളിച്ചിട്ട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഉണ്ടാവും മക്കളെ. എന്നിട്ട് അച്ഛൻ എവിടെ? അച്ഛൻ ഇവിടെ സ്പെഷ്യൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിക്കനും മീനൊക്കെ വാങ്ങിക്കാൻ പോയിരിക്കണം. അപ്പൊ അമ്മയ്ക്ക് ഒരുപാട് പണിയുണ്ട് മക്കളെ. എല്ലാം സെറ്റാക്കി വെക്കണേ, ഹെൽപ്പ് ചെയ്യണേ, നല്ല കുട്ടികളായിരിക്കണേ. ഇന്ന് രാവിലെ കൂടെ ഞാൻ സ്വപ്നം കണ്ടതേ ഉള്ളൂ സ്പെഷ്യൽ തിന്നണത്. അതെ, സ്വപ്നം കാണണേക്കെ കൊള്ളാം. വരുന്നത് അച്ഛന്റെ സാറാണ്. നീ അദ്ദേഹത്തിന്റെ മുമ്പേ വലിച്ചു വാരി തിന്നും നാണം കിടരുത്. കേട്ടേ, പെരുമാറാനൊന്നും താങ്കൾ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടല്ലോ. എനിക്ക് നിന്റെ സ്വഭാവം അറിയാലോ. എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പേ ഇതുപോലെ വലിച്ചു വാരി തിന്ന് അവരെന്റെ അടുത്ത് ചോദിച്ചു, നിന്റെ അനിയത്തി എന്താ ഭക്ഷണം കാണാതെ കിടക്കാണോ? അവരങ്ങനെയൊക്കെ ചോദിച്ചു. നിന്റെ അല്ലേ ഫ്രണ്ട്സ്? ഞാൻ ഈ തറയാവേണ്ട സ്ഥലത്ത് മാത്രമേ തറയാവാറുള്ളൂ. നിന്റെ ഫ്രണ്ട്സ് ആകുമ്പോ നിന്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ആ ഒരു തറയായിട്ടൊക്കെ പെരുമാറിയതാണ്. അല്ലാതെ എന്നെ പെരുമാറാണെന്ന് ഇവിടെ ആരും പഠിപ്പിക്കണ്ട. ഞാനൊന്ന് ഭയങ്കര ഹൈ ലെവലാണ്. മനസ്സിലായോ? ലെവല് നീ ഏത് ലെവൽ വരെ പോകുന്ന എനിക്കല്ലേ അറിയാവൂ. സാധാരണ ഇവിടെ ആൾക്കാർ വരുമ്പോഴേ നീയാണല്ലോ നല്ല പിള്ളയൊക്കെ ചമഞ്ഞ് സ്കോർ ചെയ്യാറ്. ചമയണ എന്തിനാ? ഞാൻ നല്ല പിള്ള തന്നെ. പക്ഷെ ഇന്ന് സ്കോർ ചെയ്യാൻ പോകുന്നത് ഈ പിങ്കി ആയിരിക്കും. ഇല്ലെങ്കിൽ നീ കണ്ടോ മോളെ? കാണാം. നീ നോക്കിക്കോ, ഞാൻ കാണിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. നീ എന്താണ് കാണിക്കാൻ പോണെന്ന് എനിക്കറിയാം. തിന്നു ഞാൻ നിന്നോളാം. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.